ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നും പേടിച്ചിരുന്നത് ഓരോ കാലഘട്ടത്തിലെയും പ്രതീകാത്മകമായ ബദറുകളെയായിരുന്നു. ഇന്ന് നമുക്കിടയിൽ നിന്ന് തന്നെ അതൊക്കെ ശിർക്കും കുഫറുമാക്കി ചിത്രീകരിച്ചു. സത്യത്തിൽ മുസ്ലിമീങ്ങളെ ഈ ആത്മീയ ഊർജങ്ങളിൽ നിന്നും അകറ്റാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പടച്ചുവിട്ട നവീന ചിന്തകളായിരുന്നു അവയൊക്കെ. പക്ഷേ അത് ചിന്തിക്കാനോ തിരിച്ചറിയാനോ നമ്മുടെ സഹോദരങ്ങൾക്ക് സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. അത്തരം നവീന ചിന്തകൾ പടച്ചുവിടുന്നതിലൂടെ സയനിസ്റ്റുകളും പാശ്ചാത്യരും ലക്ഷ്യം വെച്ചത് മുസ്ലിം ഉമ്മത്തിനെ ശിഥിലമാക്കുക എന്നതായിരുന്നു. വിവിധ പാർട്ടികളും ഗ്രൂപ്പുകളുമാക്കി ഭിന്നിപ്പിക്കുക, പരസ്പരം കാഫിറാക്കുക, പരസ്പരം ഷിർക്കാരോപിക്കുക, പരസ്പരം ബിദ്അത്ത് ആരോപിക്കുക. സത്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന പരിശുദ്ധ കലിമത്തു തൗഹീദിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പുകാരനല്ല എങ്കിൽ അവൻ കൊല്ലപ്പെട്ടാലും അവൻ ഷഹീദായാലും അവന് പരിക്ക് പറ്റിയാലും അതിലെല്ലാം സന്തോഷിക്കുന്ന ഒരു ചിന്താഗതി നമ്മിൽ വല്ലാതെ വളർന്നു വന്നിരിക്കുന്നു. ഐക്യപ്പെടാവുന്നിടത്ത് പോലും ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. പരസ്പരം സലാം പറയാൻ പോലും മടിയാണിന്ന് നമുക്ക്. ഒന്ന് പരിശുദ്ധ സുന്നത്തനുസരിച്ച് പരസ്പരം മുസാഫഹത്ത് ചെയ്യാനും പുഞ്ചിരിക്കാനും നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാം ബലഹീനരായി നമ്മോടുള്ള ബഹുമാനവും ആദരവും നമ്മുടെ പ്രതാപവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് മുന്നറിയിപ്പ് നൽകിയത്, വലാ തനാസഉ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലാ തനാസഉ നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ തർക്കാവിതർക്കങ്ങൾ നടത്തി ഭിന്നിക്കരുത്. ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, അങ്ങനെ നിങ്ങൾ ഭിന്നിച്ചാൽ, തർക്കിച്ച് ഭിന്നിച്ചാൽ നിങ്ങളുടെ ധൈര്യവും ശക്തിയും ഐക്യവും നശിച്ചു പോകും, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും, സൂക്ഷിക്കണമെന്ന് അല്ലാഹു പറഞ്ഞു. ശിർക്കാരോപണങ്ങളെ കൊണ്ടും കാഫിറാക്കലുകളെ കൊണ്ടും തർക്കങ്ങളെ കൊണ്ടും ഭിന്നതകളെ കൊണ്ടും സമുദായം ഇന്ന് വീർപ്പുമുട്ടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ ഐക്യവും സാഹോദര്യവും നൽകട്ടെ. ചുരുക്കത്തിൽ ബദർ ദിനം പോലുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പഠിക്കാനും കൂടിയിരുന്ന് വായിക്കാനും കേൾക്കാനും നാം സാഹചര്യങ്ങൾ ഒരുക്കണം. പള്ളികളിൽ വെറും 1-2 ഹദീസ് പാരായണം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്ന സിസ്റ്റം ഒഴിവാക്കി അതോടൊപ്പം ബദർ ചരിത്രം പറഞ്ഞു കൊടുക്കാനും, മൗലിദ് വേണം കേട്ടോ, മൗലിദിന് തള്ളി പറയാമെന്നല്ല, മൗലിദ് വേണം, അതോടൊപ്പം ബദർ ചരിത്രം പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ഉസ്താദുമാര് സമയം കണ്ടെത്തണം.